എനിക്ക് വലിയ ബഹുമാനമുള്ളൊരു കൂട്ടരാണ് ഓണസ്റ്റ് കറപ്റ്റ്. എന്തെന്നറിയോ, ഈ ഓണസ്റ്റ് കറപ്റ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ഞാൻ ആരുടെ പേര് പറയല്ല, പല മിനിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു ഓണസ്റ്റ് കറപ്റ്റാണ്. അവർ നമ്മൾ തത്വം പറയുമ്പോൾ എൻ്റെ അടുത്ത് ഒരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ഞാൻ പേരിപ്പോൾ പറയുന്നില്ല, അതേപോലെ അശോകിന് അതൊക്കെ പറയാം. അശോകിന് അഭിപ്രായം എഴുതി കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ മാസം സർക്കാർ തരും അല്ലേ. എനിക്കങ്ങനല്ല, എനിക്ക് 10 ആളുകളെ മേച്ചുകൊണ്ട് നടന്നാലേ ഈ പൊസിഷനിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അവന്മാർക്കെല്ലാം ഓരോ ലക്ഷം വെച്ച് കൊടുക്കണം. ഞാൻ എവിടെ പോയി ഉണ്ടാക്കും? ഞാൻ പറയും കറക്റ്റ്, യു ഹവ് മേഡ് യുവർ പോയിൻറ്റ്. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഈ ഒബ്ജക്ഷൻ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഐ വിൽ ഡിസ്കാർഡ് ഇറ്റ് ബിക്കോസ് യു ഹവ് മെയ്ഡ് എ വെരി ഓണസ്റ്റ് സബ്മിഷൻ. വാട്ട് യു വാണ്ട് ഇൻ ദിസ് ഫയൽ? അത് നിങ്ങൾ ഇങ്ങനെ ഒരു നിലപാടെടുത്താൽ എനിക്ക് ബുദ്ധിമുട്ടാവും. ശരി, ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ, ദാറ്റ്സ് ഓൾ. ഐ ഗേവ് യു മൈ അഡ്വൈസ്, യു ഹാവ് കം ക്ലിയർ വിത്ത് യുവർ ഓണസ്റ്റി. എനിക്ക് 10 ലക്ഷം രൂപ മാസം ഉണ്ടാക്കിയെങ്കിൽ എനിക്ക് എൻ്റെ സിസ്റ്റം നടത്തിക്കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞ സത്യം, മറ്റേ വർത്താനം പറയരുത്. ഏതാ ഗാന്ധിജിയുടെ പാരമ്പര്യമുള്ള അങ്ങനെയുള്ള ഇങ്ങനെയുള്ള അതാണ് ഇതാണ്, പക്ഷേ എനിക്ക് അങ്ങനെയുള്ള രണ്ടും കൂടെ പറയരുത്. അത് ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. എനിക്ക് സിസ്റ്റത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണമെങ്കിൽ ജസ്റ്റ് ടെൽ മീ. ഞാൻ പല കേസുകളിലും എൻ്റെ അടുത്ത് ഞാൻ എൻ്റെ അധികം അറിയപ്പെടാത്തൊരു വശം നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ഒരു മിനിസ്റ്റർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, ഈ കേസിൽ എനിക്കിങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്കത് ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല. ഞാൻ പറയും ഞാൻ ഒരു കാര്യം ചെയ്യാം, ഐ വിൽ റിട്ടേൺ ദ ഫയൽ ടു ദ അഡീഷണൽ സെക്രട്ടറി. ഞാൻ എഴുതിയ നോട്ട് ഞാൻ ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല. ഐ വിൽ ആസ്ക് ദ ഫയൽ ടു ബി സബ്മിറ്റഡ് ഡയറക്ട്ലി ടു യു. ഞാൻ ആ ഭാഗത്തേക്ക് നോക്കുന്നേയില്ല. സത്യസന്ധമായൊരു കരച്ചിലാണല്ലോ, ഒരു ആത്മാവിൻ്റെ കരച്ചിലാണല്ലോ. മുടയും കാണിക്കും, കാശും ഉണ്ടാക്കും, നമ്മുടെ തലക്കിട്ടും അടിക്കും എന്ന് പറയാതിരുന്നാൽ മതി. അല്ല, അതിലെനിക്ക് ഒരു ടൈപ്പ്, ഞാൻ ആ പൊളിറ്റിക്സിൻ്റെ ബ്രാൻഡ് ഞാൻ പറയുന്നില്ല, ആ പൊളിറ്റീഷ്യൻസിനെ എനിക്കിഷ്ടമാണ്. കാരണം ഈ കാശ് മേടിക്കുന്നതിൻ്റെ ഒരു വിനയം കാണിക്കും അവർ. ഇനി വേറൊരു കൂട്ടരുണ്ട്, കാശ് മേടിക്കും, ഗീർവാണം അടിക്കുകയും ചെയ്യും, തള്ളു നിർത്തുകയില്ല, തലക്കിട്ട് നമ്മളെ അടിക്കാൻ വരികയും ചെയ്യും.